പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സിലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണെന്നും ഓരോ ദിവസവും നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്നും ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഒരു ദിവസത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ദൈവമുഖം അന്വേഷിപ്പാനും ദൈവത്തോട് ചേർന്ന് നടപ്പാനും നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദൈവജനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് അവങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ദൈവമേ, ഞാൻ അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നു. ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ സകല സത്യത്തിലും വഴി നടത്തി നിലനിൽക്കുന്ന നിത്യ തേജസ്സിലേക്കാണ് ഓരോ ദിവസവും ദൈവം വഴി നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ക്ഷണികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ചത്. മറിച്ച് നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ നിത്യ തേജസ്സിൽ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന തേജസ്സുള്ള ശരീരത്തിൻ്റെ ഉടമകളായി ദൈവത്തോടുകൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നാം തീരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവജനത്തിൽ പറയുന്നത്, മക്കളെ എൻ്റെ അടുക്കിലേക്ക് വാ. ഉദയം മുതൽ അസ്തമയം വരെ യഹോവ ഭൂമിയെ വിളിക്കുന്നു. മക്കളെ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, സ്വരം കേൾക്കുന്ന ഒരു വ്യക്തിയെ വഴി നടത്തുന്ന, നമുക്കായിട്ടൊരു നിത്യഭവനം ഒരുക്കി നമ്മെ ചേർപ്പാൻ വരുന്ന. കാരണം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ഭവനം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കായി ഭവനം ഒരുക്കിയാൽ ഞാൻ നിങ്ങളെ ചേർപ്പാൻ വേഗത്തിൽ വരും. പ്രിയമുള്ളവരെ, ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളും യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തു എന്ന് വിളിച്ചോതുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മുടെ തലകളെ ഉയർത്തി നോക്കി നമ്മൾ വീണ്ടെടുപ്പ് അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിൽ ഒരുങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവവചനത്തെ അനുസരിച്ച് ഒരുങ്ങുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാണ്. കാരണം ദൈവവചനത്തിൻ്റെ കേൾവി, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുന്നു. അപ്പോൾ ദൈവവചനത്തിൻ്റെ കേൾവി നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും മനസ്സ് പുതുക്കുകയും പാപവഴിയിൽ വിട്ടുതിരിയാൻ നമ്മെ സഹായിക്കുകയും നിലനിൽക്കുന്ന നിത്യജീവനിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. തടസ്സം നിൽക്കുന്ന നമ്മുടെ എല്ലാ ആകുലങ്ങളും ഉത്കണ്ഠകളും നാളെക്കുറിച്ചുള്ള ആശങ്കകളും ഭാരങ്ങളെല്ലാം നമുക്ക് ദൈവരാളിലേക്ക് കൊടുക്കാം. കാരണം ദൈവജനം നമ്മെ ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അല്ലെങ്കിൽ ഇത് നമ്മൾ ദൈവകാരങ്ങളിലേക്ക് കൊടുത്തില്ല എങ്കിൽ നമ്മൾ ചിന്തിച്ച് ചഞ്ചലപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, നിൻ്റെ എല്ലാ ആകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന്. അതുകൊണ്ട് എൻ്റെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ആകുലങ്ങളും ഭാരങ്ങളും ഒക്കെ നമുക്ക് ദൈവകാരങ്ങളിലേക്ക് കൊടുക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാന ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിലവിളെയും കാക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നത് ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എങ്ങനെ പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവവചനം നമ്മെ ഒരു ബന്ധത്തിലേക്കാണ് വിളിക്കുന്നത്. അവൻ്റെ ആടുകളായി അവനെ അനുഗമിക്കുന്ന, അവൻ്റെ സ്വരം കേൾക്കുന്ന, ദൈവ വഴിയിൽ നടക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നാം മാറണമെന്നുള്ള ആഗ്രഹത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബന്ധം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ളൊരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഒരു വ്യക്തിയുടെ അകത്തുണ്ടാകുമ്പോഴാണ് ദൈവസ്വരം കേൾക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി യേശുവിനെ പിൻപറ്റുന്ന ഒരു ജീവിതം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നത്. മാത്രമല്ല തുറന്നു പറയണേ, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബന്ധം ഓരോ ദിവസവും യേശുവിനെ പിൻപറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സങ്കീർത്തനം 23-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു,
തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോൾ ഇതൊരു ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായി എഴുതിയിരിക്കുന്നത്. എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ലെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാവിലും പ്രാണനും ദേഹവും അല്ലെങ്കിൽ അവൻ്റെ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ളൊരു ബന്ധത്തിലേക്കാണ് ഇവിടെ എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറയുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് ദൈവം നയിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഏത് സാഹചര്യങ്ങളെയും ജയിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല താഴേക്ക് വായിക്കുമ്പോൾ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ ബന്ധത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. അപ്പോൾ ഈ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ദൈവത്തോട് ചേർന്ന് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. നമ്മളിൽ പാപത്താൽ വന്ന എല്ലാ മലിനതകളെയും നീക്കിക്കളഞ്ഞ് പുത്രൻ്റെ തനി സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കിയെടുക്കുന്ന ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി ആയിത്തീരുന്നതിനെ കുറിച്ചാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. തുടർന്ന് പറയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി യേശുവിനെ പിൻപറ്റുന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും നന്മകൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് നിത്യജീവനെയാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. എന്തോ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പാപത്താൽ എല്ലാവരിലേക്കും മരണമാണ് കടന്നു വന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ, നിത്യ തേജസ്സിനെ ദൈവം നമ്മിലേക്ക് മടക്കി നൽകുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിയുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ നീക്കിക്കളഞ്ഞ് നിത്യജീവൻ അവനെ അർഹനാക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഓരോ ദിവസവും നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവം വിളിക്കുന്നത്. അത്തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ആ ജീവിതം ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത് നിലനിൽക്കുന്ന നിത്യ തേജസ്സിലേക്കാണ്. നിത്യനായ ദൈവത്തോടു കൂടെ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന തേജസ്സിൻ്റെ മക്കളായി ദൈവം അവരെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. തുറന്നു പറയാണ്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. കണ്ടോ? അപ്പോൾ ദൈവം നൽകുന്ന ഈ നിത്യജീവൻ നശിച്ചു പോകാനുള്ളതല്ല, മറിച്ച് നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത കൂടെ വസിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തി നമ്മെ ബലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം നമ്മെ ഒരു നാളും നശിച്ചു പോകാത്തൊരളവിലേക്ക് ഒരുക്കുകയാണ് ചെയ്യുന്നത്. തുറന്നു പറയാണ്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. അപ്പോൾ പിശാചിന് ഇടം കിട്ടാത്ത അല്ലെങ്കിൽ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്ത ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ നമ്മെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ദുഷ്ടൻ തൊടുന്നില്ല, ദുഷ്ടൻ തൊടുവാൻ അവനെ അനുവദിക്കുന്നില്ല. മാത്രമല്ല ആ വ്യക്തിയെ ദൈവം കരുതി നടത്തി പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, അവർക്ക് ഒരു ദോഷവും വരുത്തരുത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയും. തുറന്നു പറയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയ എന്ന് പറഞ്ഞാൽ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും സകല ചരാചരത്തിനെയും ഉടയവനായ ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്തൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്ന ആ അത്യുന്നതനായ ദൈവം. അവിടെ പറയണം, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അപ്പോൾ ഇത്രയും വലിയവനായ ദൈവം ആണ് ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായും യേശുവിനെ പിൻപറ്റുവാനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ആത്മാവിൽ ഗ്രഹിക്കുന്ന ഒരു മർമ്മമായതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. എന്നാൽ ഇത് മാനവരാശിയെ രക്ഷിക്കുവാനുള്ള ഒരു ദൗത്യ നിർവഹണത്തിലാണ്
ഈ പുത്രൻ, പിതാവ്, പരിശുദ്ധാത്മാവ് എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയണം, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. തുറന്നു പറയാ, പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. പുള്ളിയോട് പറയാണ്, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആരും പിടിച്ചു പറിക്കത്തില്ല, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാനും കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവകരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ കരുതി നടത്തി പരിപാലിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഭയത്തോടെയല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവിനാൽ ഉയരത്തിലുള്ളത് വാഞ്ചിച്ചുകൊണ്ട് നിലനിൽക്കുന്ന നിത്യ തേജസ്സിനെ ലാക്കാക്കി ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥപിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഈ അതിശ്രേഷ്ഠ പദവി ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ജീവനെ വെച്ച് തന്ന ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകാൽ ഈ ദിവസം പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കാണല്ലോ ദൈവമേ അങ്ങ് ഞങ്ങളെ നയിക്കുന്നത്. അങ്ങയുടെ സ്വസ്ഥതയും സമാധാന സന്തോഷവും ഓരോ മക്കളുടെ മേലും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ ഭാര്യാഭർത്തൃബന്ധമായിരിക്കുവാൻ, മക്കളോടുള്ള ബന്ധം, അമ്മയപ്പന്മാരോടുള്ള ബന്ധം, സഹോദര ബന്ധം, എല്ലാവരും കർത്താവെ ദൈവരാജ്യത്തിൻ്റെ, ദൈവനീതിയുടെ, തേജസ്സിൻ്റെ വെളിപ്പാടിൽ ജീവിക്കുന്നവരായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരണം. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കണം. ദുഷ്ടനെ ഏർപ്പെടാതെ കാക്കണം. സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും എല്ലാവരെയും നിറയ്ക്കണമേ. ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. വരവിൻ്റെ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.